ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് പോകാനൊരുങ്ങുന്നു നമ്മുടെ ഫാം ഹൗസിലേക്ക്. അനുകുട്ടി റെഡി, ഞാൻ റെഡിയായി രാത്രിയായി. ഞങ്ങൾ രാവിലെ തൊട്ട് റെഡിയാവാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, നടന്നില്ല. അപ്പോൾ ഇപ്പോൾ മോൾ ഉറങ്ങുകയാണ്, പക്ഷെ ഉറക്കത്തിൽ തന്നെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കണം. ബാക്കി പാക്ക് ചെയ്യുന്ന ഒരു വലിയ ജോലിയാണല്ലോ. നമുക്ക് രണ്ടുപേർക്ക് മാത്രമല്ലല്ലോ, കുഞ്ഞിൻ്റെ കാര്യം എടുക്കണം. പിന്നെ കുക്കിങ്ങിനുള്ള എല്ലാ സാധനവും അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം കാറിനകത്ത് കയറ്റി. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി തന്നെ തുടങ്ങണം കുറേ പരിപാടികൾ, സദ്യയൊക്കെ ഉണ്ടാക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി പതുക്കെ രണ്ട് സൈഡ് എന്താ നോക്കൂ, ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വരെ പാർക്ക് ചെയ്തിരിക്കണം. ഓണം എന്ന് പറഞ്ഞിട്ട് ഈ രാമചന്ദ്രയുടെ ഷോപ്പിൽ വരുന്ന ആൾക്കാരാണ്. നമ്മുടെയൊക്കെ ഒരു അവസ്ഥയല്ലേ ശുഭല്ലേ, റെസിഡൻസിന് വാഹനം ഇറക്കാൻ പറ്റില്ല, ചുമ്മാ പോകാൻ പറ്റില്ല, ഒക്കെ പ്രശ്നം. അവർക്ക് പാർക്കിങ്ങിന് സ്പേസ് ഇല്ല, അവർ റോഡാണ് യൂസ് ചെയ്യുന്നത്. എക്സൈറ്റ്മെന്റ് ഒളിച്ചു കളിക്കുന്നു. മീന എല്ലാവരും റെഡിയായി, വെയിറ്റിംഗ്. ഫാം ഹൗസിൽ വന്ന വാവയാണ്. പരിചയക്കുറവ് കാണിക്കുന്നു അല്ലേ? ഇവിടെ എല്ലാവരും പാവയും തൽക്കാലം അതാണ്. അനുകുട്ടി കൊണ്ട് എല്ലാവരും റിലാക്സിങ് ആണ്. പിന്നെ ഇത് അനിയുടെ വൈഫാണ്. നമ്മള് മായയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്, സഹായ ഹസ്തവുമായി വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാ സഹായങ്ങളും വേണം. രാത്രി ഇന്ന് കംപ്ലീറ്റ് മീനതാ റെഡിയായി വന്നിരിക്കുകയാണ്. മീനയ്ക്ക് സത്യം പറഞ്ഞാൽ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട്, എങ്കിലും എനിക്ക് വന്ന അതേ പ്രശ്നത്തിലാണ് മീന ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ. ചെറിയൊരു ഡിസ്ക് ഇഷ്യൂ എന്ന് പറയുന്നു. ഡോക്ടറിനെ കാണണം, എന്നിട്ട് തീരുമാനിക്കാം. എന്തായാലും കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു, പച്ചക്കറി അരിയാനൊക്കെ. പിന്നെ അനുക്കുട്ടിയുണ്ട്, മോളിൽ ഒരു ബാഗ് കിട്ടിയതിന്റെ സന്തോഷത്തിലിരിക്കുന്നു, ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് കളിക്കാൻ. പിന്നെ ഇനി ബോയ്ചാണ്ടിന്റെ സിറ്റി വരെ പോയിരിക്കുന്നു, വരും തിരിച്ച്. പിന്നെ ബാക്കി കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ശരിക്കും ശ്രീ ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ വരാൻ താമസിച്ചുകൊണ്ട് അവരെല്ലാം താഴോട്ട് ഹിന്ദു ജർമ്മൻ പിന്നെ എല്ലാവരും. ആകാശം വരും, ബോയ്ചാണ്ടിന്റെ കൂടെ പോയിരിക്കുകയാണ്. ആകാശ് ബോയ്ചാണ്ടിന് റിസപ്ഷൻ ഇട്ട് വേണ്ടത്. അപ്പൊ നമ്മുടെ ഫാം ഹൗസിന്റെ പുറമേ ഉള്ള ബ്യൂട്ടി കാഴ്ചകളൊന്നും നമുക്കിന്ന് കാണാൻ പറ്റിയില്ല. വന്നിറങ്ങിയപ്പോ ലേറ്റ് ആയി പോയി. ഞങ്ങള് ഉച്ച തൊട്ട് വരാൻ ഒരുങ്ങാണ്. അവസാനം ഒരുങ്ങി ഇറങ്ങി ഇവിടെ എത്തിയപ്പോ റോഡിൽ ട്രാഫിക്കിന്റെ ബഹളം. ഇനി കുഴപ്പമില്ല, എന്തായാലും കുറച്ച് ലേറ്റ് നൈറ്റ് അല്ലേ ഞങ്ങൾ കിടക്കുള്ളൂ. അപ്പൊ അതൊരു പഴയകാല സ്മൃതി പോലെയാണ് അല്ലേ. എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് പച്ചക്കറിയൊക്കെ അരിഞ്ഞിങ്ങനെ ഒരു തയ്യാറെടുപ്പ്. ഇന്നാണ് ഉത്രാടപ്പാച്ചിലിന്റെ ദിവസം. പാച്ചിലെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറി, ഇനി ഉണ്ടാക്കിയാൽ മതി. ഇനി നാളെയാണ് തിരുവോണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ എല്ലാം റെഡിയായി. നാളെ അമ്മയൊക്കെ രാവിലെ വരുന്നത്, പൂച്ചേട്ടൻ്റെ അമ്മയും പൗട്ടിച്ചിട്ട് എല്ലാവരും. അപ്പൊ രാവിലെ കൂടുതൽ ക്രൗഡ് ഉണ്ടാവും. ഇപ്പം നമ്മൾ കുറച്ച് പേര് ലേഡീസ് ഉള്ളി ഗ്രൂപ്പായിട്ടിരിക്കുവാണ് ഇവിടെ. അപ്പൊ രാത്രിത്തേക്കുള്ള ഭക്ഷണം നമ്മൾ രാജ് തട്ടുകടയിൽ ഓർഡർ കൊടുത്തിരിക്കുവാണ്. രാജ് തട്ടുകടയിൽ നിന്ന് അജയൻ വന്നു അല്ലേ, മീനയുടെ ഹസ്ബൻഡ് ഇസ് കമ്മിങ്. അപ്പം നമ്മളിന്ന് രസമാണ് രാത്രി ചുമ്മാ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞിരിക്കും. ജോലിയൊക്കെ ചെയ്യാനുണ്ട് കുറച്ച്.
സദ്യവട്ടങ്ങൾ ഓണം ഈ തിരുവോണത്തോടു കൂടിയേ തീരുന്നുള്ളൂ നമ്മുടെ കലാപുരത്ത്. അതെ മോളെ, മോളെ ഇതാരാ വന്നു നോക്കൂ. അപ്പൂപ്പ അല്ലല്ല അജയൻ വന്നു. ഇപ്പൊ ഒരു അപ്പൂപ്പന് വരും. അപ്പൂപ്പ ഇസ് കമ്മിങ്. ഇതാ വേറൊരു അപ്പൂപ്പൻ വരുന്നു. നോക്കുമോ ആരാ വരുന്നേ? നോക്കാണേ. ഓ കാര്യമായിട്ട് വരികയാണ്. ഭൂഷണാണ് കഴിച്ചിട്ടാണ്. ആ തുറന്ന് കണ്ടുപിടിച്ചു. അയ്യോ എങ്ങനെ തുറക്കാം അല്ലേ? അയ്യോ അതല്ല ഇല്ല ഇല്ല ഐഡിയ കിട്ടിയിട്ടില്ല. കണ്ടില്ല കണ്ടില്ല. പുടുമോള് ഇങ്ങനെ ഹാപ്പിയാണ് അല്ലെ? പുടുമോള് ഭയങ്കര ഹാപ്പി ഇവിടെ വന്നപ്പോ. എന്തോ പെട്ടെന്ന് ഇതിന് മുന്നേ ഒരു പ്രാവശ്യമാണ് വന്നത്. അന്ന് കുറച്ച് ചെറുതായിരുന്നു. ഇപ്പൊ പക്ഷെ എക്സ്പ്ലോറിങ് ഒരു സമയമാണ്. ഇങ്ങനെ ഇഴഞ്ഞ് നടന്ന് പിടിച്ചു നിൽക്കുക അങ്ങനെയൊക്കെ. പുതിയ സ്ഥലത്തെത്തിയതിൻ്റെ ഒരു സന്തോഷം. തറയൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ക്ലട്ടർ ഇല്ല. ഓ നോക്കൂ മീനയുടെ മുഖത്തേക്ക് നോക്കുന്നു. മീനയുടെ മൂക്കുത്തി വിൽക്കാറും പുതിയുണ്ട്. മീനെ ഇഷ്ടപ്പെട്ടു അല്ലേ? മീനമ്മായി. മീനമ്മായിയല്ലേ, മീന അമ്മൂമ്മയായി അല്ലേ? ഓ നമ്മളൊക്കെ അമ്മൂമ്മ സ്ഥാനത്തുള്ളവരാണ്. ഓക്കെ ഓക്കെ ഓക്കെ. മീന അമ്മൂമ്മ, അജയൻ അപ്പൂപ്പൻ. അപ്പൊ ഇനി പച്ചക്കറിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം. മീന കമോൺ ലെറ്റ്സ് ഗോ. മോളെ അവൻ നടക്കാൻ നോക്ക് പാവം കേട്ടോ. അയ്യോ പിന്നെ എവിടെ നിന്ന് വാങ്ങിച്ചു? രാജ് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കും. കോച്ചിന്റെ കടയിൽ നിന്നാണോ കിട്ടിയേ? അനു രാജ് തട്ടുകട ഇല്ല, ലേറ്റ് ആയി പോയി. ഇവിടെ കോച്ചിന്റെ മട്ടൺ ചോപ്സ്. എനിക്ക് ലിവർ കിട്ടിയോ? മട്ടൺ ലിവർ. അപ്പൊ മട്ടന്റെ ഐറ്റംസ് ആണ് കിട്ടിയിരിക്കുന്നത്. കോച്ചിന്റെ കട അത് വളരെ ഫേമസ് ആണ് ഇവിടെ. വെമ്പായ കന്യാകുളങ്ങര. ഇത് നമ്മള് അനുവിന് വലിയ ആഗ്രഹമായിരുന്നു രാജ് തട്ടുകട വേണം എന്ന്. പക്ഷെ ഭാഗ്യമില്ല, ഇന്ന് നടന്നില്ല. ഇല്ല ഇന്ന് അവധി കൊടുത്ത ഉത്രാടം. അയ്യോ 4 ദിവസത്തെ അവധിയോ? അത് കുറച്ച് കടുത്തു പോയല്ലോ. അനിയാണ് ഓൾ ഇൻ ഓൾ. അനി ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളത്. അനി താരം. എല്ലാ വർഷവും കറക്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കുറവുണ്ടോ എന്നൊക്കെ ഇനി അറിയാം. ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. ആവശ്യം പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയൊന്നും ആവശ്യം വരില്ല. ഇപ്രാവശ്യം എല്ലാവരും ഒന്നും ഇല്ല. നമ്മുടെ ഓണം സെലിബ്രേഷൻ നമ്മുടെ ഇവിടെ എല്ലാവരും പല സ്ഥലത്താണ്. രാമു ഫാമിലി എല്ലാം പൂനെയിലാണ്. രാമു ദുബായില്, വൈഫും കുട്ടികളൊക്കെ പൂനെ പോയിരിക്കണു. പിന്നെന്താ, പിന്നെ ആരൊക്കെയാണ്? തടിയൂര് പോയി അല്ലേ? ഇന്ദുവും രാജു ഒക്കെ തടിയൂരാണ്. അങ്ങനെ എല്ലാവരും പല സ്ഥലത്താണ്. ബാക്കിയുള്ള ആൾക്കാരുണ്ടാവും. ഇപ്രാവശ്യത്തെ സദ്യ ഞാൻ ഓമല്ലൂർ സ്റ്റൈലാണ് കൂടുതലായിട്ടും പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് തന്നെ ആയിരിക്കും മിക്കാറ്. ഓമല്ലൂർ സ്റ്റൈല് കഴിച്ചില്ലല്ലോ, മീനൊന്നും കഴിച്ചില്ലല്ലോ. അപ്പൊ നമ്മൾ ഓമല്ലൂർ സദ്യ ആവാം. മോളുകുട്ടി മോളും കൂടെ ചേർന്ന്, മോളുടെ ആദ്യത്തെ ഓണമാണ്. മോളും കൂടി ചേർന്നാണ് നമ്മുടെ സെലിബ്രേഷൻ. അമ്മ എന്ത് ചെയ്യാൻ വേണം? ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ്. അതെ ഇങ്ങോട്ട് വരണം. പറ്റുന്നില്ലേ? കുഞ്ഞിന് വരാൻ പറ്റുന്നില്ലേ? അവൻ നെറ്റ് പാസ് ചെയ്ത് വരാൻ പറ്റുന്നില്ല. അയ്യോ ഫ്രസ്ട്രേറ്റ്. ഇവിടെ ഇപ്പൊ നോക്കിയേ, പെരപ്പംകോട് ക്ഷേത്രത്തിൽ നിന്നും വെടി വഴിപാടിന്റെ ശബ്ദമാണ് കേൾക്കുന്നില്ലേ? ഈ രാത്രിയും ഉണ്ട് അല്ലേ? ഓണം ആയതുകൊണ്ട് ഭയങ്കര രസമുണ്ട്. ഒരു ഗ്രാമത്തിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ പോലെയാണ്. രാത്രി അമ്പലങ്ങളൊക്കെ സജീവം. പിന്നെന്താ ക്ഷേത്രങ്ങള്. പിന്നെ നാളെ ക്ലബിന്റെ ഒക്കെ പരിപാടി അല്ലേ? ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഗാനമേള അങ്ങനത്തെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാവും. അതൊക്കെ പകൽ. ഇപ്രാവശ്യം ഇതില്ലേ ഓണക്കളി എല്ലാം ഉണ്ടല്ലോ അല്ലേ? അത് ഇവിടത്തെ. ഓ മറ്റേ ഉറിയടി. പണ്ടൊരു ഓണ സമയത്ത് നമ്മൾ ഇവിടെ വന്ന ഈ സൈഡിൽ ഇരുന്നാണ് മറ്റേ എന്താ പറയാ തണ്ണിമത്തൻ വെച്ചിട്ടൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കിയത് അല്ലേ? ഓർമ്മയുണ്ട? അത് പകലായിരുന്നു. ശരി. പൊറോട്ട ഉറട്ടി ചിക്കൻ ഫ്രൈ ഒന്നായി പോയി അല്ലേ? അപ്പൊ പച്ചക്കറി അരിയിൽ നിന്നൊരു സ്മോൾ ബ്രേക്ക്. നമ്മൾ ഭക്ഷണം കഴിക്കാം. ചിക്കൻ ഫ്രൈ, മട്ടൺ ചോപ്സ്, ഗ്രേവി.
വീണ്ടും ഓമല്ലൂർ സദ്യ ഉണ്ടാക്കുന്നു. ഓമല്ലൂർ സദ്യയുടെ കൂടെ കുറച്ചൊരു ട്രിവാൻഡ്രം കൂടെ കയറും. 1-2 ഐറ്റം മാത്രമേ ഉള്ളൂ. കൂടുതലും ഓമല്ലൂർ ഐറ്റംസ് തന്നെയാണ് മോസ്റ്റ്ലി. ശരി, അപ്പം ഇഞ്ചിക്കറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് മതി. രാത്രി തന്നെ 3 അച്ചാർ നമുക്ക് ഉണ്ടാക്കി വെക്കാം. വലപ്പംകോട്ട കട്ടിങ്ങാണ് പരന്ന് കട്ട് ചെയ്യുന്നത്, ഇങ്ങനെ. പക്ഷെ നമ്മുടെ വേറെ സ്റ്റൈല് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ട്രിവാൻഡ്രോക്ക് ഇങ്ങനെ കട്ട് ചെയ്യും. ഇല്ല, ഇത് വെള്ളത്തിൽ ഇട്ടിരുന്നു. പക്ഷെ ഞാൻ സവാള അരിഞ്ഞത് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ, തൊലിയെ മാറ്റിയിട്ടേ. എങ്ങനെ എങ്ങനെ കൊത്തി വെക്കണോ? അതാ അങ്ങനെ ചെയ്താല് ഇങ്ങനെ കണ്ണ് തീറൂലേ? ഇങ്ങനെ വെച്ചിട്ട് ബാക്കി അരിഞ്ഞാല് അടിപൊളി. അല്ല, ഇനിയാണ് എന്തായാലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ കത്തിയുടെ അറ്റത്ത് ഒരു ഉള്ളി കുത്തി വെച്ചിട്ട് ബാക്കി അരിഞ്ഞാൽ കണ്ണ് തീറില്ല എന്നാണ് പറയുന്നത്. നോക്കട്ടെ, പഴയ ആൾക്കാർ പറയുന്നതാണ്. അല്ലെങ്കിൽ 90 വയസ്സായ ആൾക്കാരൊക്കെ പറയുന്നത്. അനിക്ക് 90 വയസ്സാ, അത് അടിപൊളി. അനിയുടെ കണ്ടുപിടുത്തമാണെന്നാണ് തോന്നുന്നത്. ആണോ? അത് മന്ദബുദ്ധി അത് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ചെയ്തേ. ഓക്കെ, അമ്മയൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നോ? എന്നാ പിന്നെ ശരിയായിരിക്കും. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിന് അടുക്കളയിലൊക്കെ കയറും. നാളെ കുക്ക് ചെയ്യുന്ന പുറത്ത് വെച്ചിട്ടായിരിക്കും ഇവിടെ. ഇന്നത്തെ കുക്കിംഗ് എല്ലാം അകത്തിച്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ കട്ടിങ് എല്ലാം ഏതാണ്ട് ഒതുങ്ങി. അപ്പോൾ ഇനി കുക്കിംഗ്, രാത്രിത്തെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അച്ചാർ ഞാൻ ഇഞ്ചിക്കറിയിൽ നിന്ന് തുടക്കാൻ പോകാം. അടുക്കളയിൽ കയറി. ഇത് കുഞ്ഞ് അടുക്കളയാണ് കേട്ടോ, ഒരുപാട് സൗകര്യമൊന്നുമില്ല. പക്ഷെ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ കുക്ക് ചെയ്യാം. പിന്നെ രാവിലെ മേജർ കുക്കിംഗ് എല്ലാം ഞാൻ പുറത്ത് അടുപ്പ് വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. ഒരു അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അയ്യോ, അനുകുട്ടി കുഞ്ഞിനെ ഉറക്കാനായിട്ട് ശ്രമിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇവിടെ ബോച്ചേട്ടൻ ഇനി എത്തുള്ളൂ. ഞാൻ കിച്ചണിലാണ്, കുറച്ച് തിരക്കിൽ കയറാൻ പോകും. ഓക്കെ, കുഞ്ഞ് കരയുന്നു. സ്ഥലം മാറിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഉറങ്ങാനായിട്ട്. അപ്പം ഇഞ്ചിക്കറി തൊട്ട് തുടങ്ങാൻ പോവാണ്. കുറച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അതൊരു സൈഡിൽ തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് സാധാരണ നിങ്ങൾ കണ്ടു കഴിഞ്ഞാണ് ഓമല്ലൂർ സ്റ്റൈലിലെ ഇഞ്ചിക്കറി തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോണത്. പിന്നെ മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്, എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കും. പിന്നെ നാളെ രാവിലെ വൻപയർ വേവിക്കണം, വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് ഓലനിൽ വേണം, തോരനിൽ വേണം, മത്തങ്ങ എരിശ്ശേരിക്കും വേണം. അപ്പോൾ ഇത് സദ്യ എങ്ങനെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളത് വെച്ചാൽ പച്ചക്കറി എല്ലാം ആദ്യം അരിഞ്ഞ് വെക്കുക. തലേദിവസം തന്നെ പറ്റുമെങ്കിൽ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, തേങ്ങ കംപ്ലീറ്റ് ചിരകി അത് രാവിലെ, ബാക്കി കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്താൽ അരച്ച് എല്ലാത്തിൻ്റെ അരപ്പ് ഒന്നിച്ച് അരച്ച് വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോന്നായിട്ട് കുക്ക് ചെയ്ത് മാറ്റുക. അതായിരിക്കും ഏറ്റവും ഈസി മെത്തേഡ്. അച്ചാറുകൾ തലേദിവസം ഉണ്ടാക്കി വയ്ക്കാം. പായസം മുതലായ കാര്യങ്ങൾ പിറ്റേ ദിവസം. പിന്നെ വറട്ടി വേണമെങ്കിൽ വയ്ക്കാം. അടപ്രഥമനൊക്കെ രാത്രി വറട്ടി വയ്ക്കാം. പാല് ചേർക്കുന്നത് പിറ്റേ ദിവസം. ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വെളിച്ചെണ്ണയിൽ നിന്ന് തുടങ്ങുന്നു. വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ സവാള, കൊച്ചുള്ളി, പച്ചമുളക് വഴറ്റി മൂപ്പിച്ച് കളർ മാറുമ്പോൾ ഇഞ്ചി ചതച്ച് പിഴിഞ്ഞ് വെച്ചിട്ട്, ഞാനിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് പിഴിയണം. യെസ്, ഇതാണ് ആവശ്യം. ഇവിടെ എല്ലാവരും ചോദിക്കണം, അനിയും മായയും മീനയൊക്കെ ചോദിക്കണം, ഓമല്ലൂർ അച്ചാർ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നാളെ എല്ലാവരും കഴിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് ടേസ്റ്റ് ആണ്. ഇനി ഇത് കളറൊക്കെ ഒന്ന് നല്ല മൊഴിഞ്ഞ് വരണം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയെല്ലാം ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണെല്ലാം. പിന്നെ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു പിറന്നാളിന് ഇങ്ങനെയൊക്കെയല്ലേ, പിന്നെ വിഷുവിന്, അങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും സദ്യ ഫുള്ളുണ്ടാക്കുന്നത്. ബോയിച്ചട്ടെത്തിയും തോന്നുന്നു, അവിടെ ചെറിയ ശബ്ദമൊക്കെ കഴിയുന്നു. പിന്നെ ഓണസദ്യ നമ്മൾ ഓമല്ലൂർ സ്റ്റൈലിൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പല വീടുകളിലും ഓമല്ലൂർ സദ്യ കംപ്ലീറ്റ് ആയിട്ടാകാം, അതല്ലെങ്കിൽ
ചില ഐറ്റംസ് ആയിട്ട് ചെയ്യുന്നുണ്ടാകാം. എന്തായാലും അതൊരു വലിയ ഹാപ്പിനെസ് ആണ്. അപ്പം വന്ന് കുഞ്ഞു കരയുന്നു, എല്ലാം കൂടി ഒരു ബഹളം. ഗുഡ് മോർണിംഗ്. അങ്ങനെ 13 ദിവസം എത്തിക്കഴിഞ്ഞു. യെസ്, രാവിലത്തെ കാഴ്ച. ഇപ്പോൾ സമയം 6:15. ക്ഷേത്രത്തിൽ നിന്നും പാട്ട് കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. കോപ്പറേറ്റ് ആവുമെന്ന് എനിക്ക് പേടി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട ഈ ഒരു സിനിമ പാട്ട്. നല്ല ഫ്രഷ് എയർ. രാവിലെ ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല, ഞാൻ തന്നെ രാവിലെ എഴുന്നേറ്റ്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് കുളിച്ച് റെഡിയാവാൻ പറ്റുന്ന പോലെയൊക്കെ റെഡിയായിട്ട് ബാക്കി കുക്കിംഗ് എല്ലാം ചെയ്യാം. എന്നിട്ട് സദ്യവട്ടങ്ങൾക്കുള്ള കാര്യം. ഈ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇങ്ങനെ ചെറിയ കുരുവിയോ എന്തൊക്കെ ചെറിയ ഇൻസെക്ട്സിൻ്റെ എല്ലാം, ഈ ചീവീട് പോലത്തെ അതിൻ്റെയൊക്കെ ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ട്. അതർവൈസ് ഭയങ്കര സൈലൻ്റാണ്. ഓ നോക്കൂ, ലവലോലിക്ക മരത്തിൻ്റെ കാഴ്ച കിടക്കുന്ന ചെറുതായിട്ട് കാവറ്റിയിട്ടുണ്ട്. ഓൾ സ്പൈസസ്. അതെ, ഇവിടെ ഒരു ബിൽഡിങ് വരുന്നു. ബൂച്ചൻ്റെ വേറൊരു കസിൻ, അച്ഛൻ്റെ ബ്രദറിൻ്റെ മകൻ വീട് വയ്ക്കുകയാണ്. അവരുടെ കുറച്ച് പ്രോപ്പർട്ടി ആ ഭാഗത്തുണ്ട്. മാവെല്ലാം ഇത്രയായി നോക്കിയേ, നൈസല്ലേ, കാണാൻ രസമുണ്ട്. രാത്രി ഉണ്ടാക്കി വെച്ച് മാങ്ങാക്കറി, ഇഞ്ചിക്കറി, അപ്പോൾ പ്രിലിമിനറി വർക്കിനായിട്ട് ഞാൻ കിച്ചൺ നിൽക്കുകയാണ്. കുളിക്കാൻ കയറുന്നേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് കയറാം. അപ്പോൾ രാവിലത്തെ ഓട്സ് കഴിച്ചണം. പിന്നെ പൂച്ചനെന്നും ഓട്സ് കഴിക്കും രാവിലെ. പിന്നെ ഒരു ചായ ഇട്ട് കൊടുക്കണം. പിന്നെ പയർ വേവിച്ച്, വൻപയർ വേവിച്ച് വയ്ക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. പൂച്ചനുള്ള ഓട്സാണ് രാവിലത്തെ. പയറെല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നു. വൻപയർ ഒരു സൈഡിൽ നിന്ന് അരച്ചു തുടങ്ങി, അരപ്പെല്ലാം അരയ്ക്കുന്നു. സാമ്പാർ പരിപ്പ് കഴുകിയെടുത്തു. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ജോലികൾ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. പയറൊക്കെ വേവിച്ചിരിക്കുന്നു. ഇതിൽ ഞാനിപ്പോൾ ചെറുപരിപ്പ് വെച്ചിരിക്കുകയാണ് പരിപ്പിന്. അപ്പോൾ ഈ സൈഡിൽ പോയിച്ചേർന്നുള്ള ഓട്സ് ഗെറ്റിംഗ് റെഡി. ഇച്ചിരി ലൂസായിട്ട് മതിയെന്ന് പറഞ്ഞു. അതങ്ങനെ ഒത്തിരി തിക്ക് വേണ്ട, ഇങ്ങനെ ചെയ്യും. അപ്പോൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൻപയർ വേവിച്ച് വെച്ചു. ചെറുപരിപ്പ് വേവിക്കാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നു. സാമ്പാർ പരിപ്പ് കഴുകി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനെ വേവിക്കണം. പിന്നെ അരപ്പൊക്കെ അരച്ച് തുടങ്ങി, കുറേ അരച്ചു. ഇനി ബാക്കിയും കൂടെ അരയ്ക്കണം. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പച്ചക്കറിയൊക്കെ ഓൾറെഡി അരിഞ്ഞ് വെച്ചിരിക്കും. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കുക്കിംഗ് പാർട്ടിലേക്ക് കിടക്കും. പായസം ഞാനല്ല കേട്ടോ വയ്ക്കുന്നത്. പായസം ശ്രീ ചേച്ചി വെച്ചിട്ട് വരും, അടപ്രഥമൻ. പിന്നെ മീന ചോറ് താഴത്തെ വീട്ടിലാണ് വയ്ക്കുന്നത്, അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് വരും. ഇപ്പോൾ അതേ നേരെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. ഓക്കെ, വെയിൽ വന്ന് തുടങ്ങി. ഇനി അത്തപ്പൂക്കളം ഇടാനായിട്ട് അവിടെ നമ്മുടെ ബന്ധുക്കൾ കുറച്ച് കുട്ടികൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻ അവരെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ട മത്തങ്ങ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. വേവിച്ചിട്ടു, പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അരപ്പ് റെഡിയാക്കണം. അതെല്ലാം കൂടി ഞാൻ അരപ്പെല്ലാം ഒന്നിച്ചരയ്ക്കുന്നത്. തുറക്കറി ഈസ് ഗെറ്റിംഗ് റെഡി. പൈനാപ്പിൾ പച്ചടി.
സാമ്പാറിനുള്ള പരിപ്പ് പുറത്തായിട്ടിരിക്കുന്നത് വലിയ അടുപ്പിൽ. യെസ്, നല്ല വേഗട്ടെ, വെന്ത് പേസ്റ്റ് ആകട്ടെ. ഓമലൂർ സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു. വേർത്തു കരിയൊക്കെ. ഇനി കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുപ്പ് ഇങ്ങനെ ഫ്ലെയിം അടിച്ചിട്ട് നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത്. കാര്യം നമ്മൾ സ്റ്റീമൊക്കെ ചെയ്യുന്ന പോലെയാണ്. ഫേസൊക്കെ നല്ല പോസൊക്കെ ഓപ്പൺ ആകും, നല്ല ബ്ലഷ് ആകും. ഇതൊക്കെയാണ് അതിൻ്റെ കറക്റ്റ് രീതി. അപ്പോൾ ഏകദേശമൊക്കെ പ്രിലിമിനറി വർക്കെല്ലാം കഴിഞ്ഞു. ഇനി അവിയൽ, സാമ്പാറിൻ്റെ ഫൈനൽ പരിപാടി. അവിയൽ ഞാൻ കിച്ചടി, പച്ചടി അങ്ങനത്തെ എല്ലാം ഏതാണ്ട് ഒരു ഹാഫ് വേ ആക്കി വെച്ചു. കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തോന്നുന്നു സന്തോഷമായിട്ട്. ശരിക്കും ഒരു ഫെസ്റ്റിവൽ മൂഡായി. ഓണത്തിൻ്റെ ഒരു ഇത് അത്തപ്പൂക്കെ ഇടുകയല്ലേ. ഞാനകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ കറങ്ങിയാണ്. കിച്ചണൊക്കെ കുളമാണ് കേട്ടോ. ഇപ്പോൾ ഇതൊന്നും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത്. ഇവിടെ സ്പേസ് വളരെ കുറച്ചേ ഉള്ളൂ, ചെറിയ കിച്ചണാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ക്ലീൻ ചെയ്ത് മാറ്റണം. അനിയുമായൊന്നും എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു. 9 ആകുമ്പോൾ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെ ലേറ്റായിട്ടാണ് പോയത്. അപ്പോൾ ഞാനപ്പോഴത്തേക്കെല്ലാം റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. പൂച്ചേട്ടൻ എന്തേ പോയി കഴിഞ്ഞു പിന്നെ ട്രിവാൻഡ്രത്തേക്ക്. അമ്മയും പൊട്ടിച്ചിറ്റയൊക്കെ വിളിക്കാൻ രവിയേണ്ടത്, എല്ലാവരും എല്ലാം പിക്ക് ചെയ്തിട്ട് വരും. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, ഇങ്ങനെ അകത്തും പുറത്തുമായിട്ട്. അനുകുട്ടിയും കുഞ്ഞും ഉറങ്ങുന്നു. രാത്രി 3 മണിക്കാണ് മോൾ ഉറങ്ങിയത്. അപ്പോൾ ലേറ്റ് നൈറ്റ് അല്ലേ, അപ്പോൾ അതൊക്കെ എഴുന്നേക്കട്ടെ. ഫൈനൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നാട്ടിൻപുറത്തിൻ്റെ നന്മ, സമൃദ്ധി എന്നൊക്കെ പറയുന്നത്. എല്ലാവരും വന്ന് കണ്ടില്ലേ, ഇങ്ങനെ ഒരു സഹകരണമാണ്. ഇവിടെ കുട്ടികളില്ല, അപ്പോൾ അവരെല്ലാവരും കൂടി വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ കുറേ പേര് മിസ്സിങ്ങാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി വന്നിട്ട് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗംഭീരം. ഷേപ്പ് അത്രയൊക്കെ മതി. ഇത്ര ഷേപ്പല്ല മതി, ധാരാളം. കുഞ്ഞുങ്ങളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ, അത് തന്നെ വലിയ സന്തോഷം. എവിടെ നാണം, ഞാൻ പേര് വെച്ചിട്ട് പറയുന്നില്ല. മോടെ പേരെന്താ? നവമി. ഓക്കെ, മറ്റയാൾ മിണ്ടുന്നില്ല, അത് നാണിച്ച് പേര് പറഞ്ഞില്ല. അമ്മൂമ്മ പറയുന്ന കേട്ടില്ലേ പേര് പറയാൻ? ഓ ഏ അനുഷ. അദ്വൈത് കൃഷ്ണ. ഹായ്, ഫസ്റ്റ് ഓണം. ഇവിടുത്തെ ഒരാളും ഫസ്റ്റ് ഓണമാണ്. ഉറക്കം എണീറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കാണായിരുന്നു. രാത്രി ഒരുപാട് ലേറ്റായി. എന്തായാലും ഭംഗിയായി, ഐശ്വര്യമായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു അത്തപ്പൂക്കളമായാലും. അകത്തെ പരിപാടിയെല്ലാം ഏതാണ്ടായി. ഇനി തോരൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഔട്ട്ഡോർ കുക്കിംഗ് ആയി. ഇൻഡോർ കഴിഞ്ഞു. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. അനിയുടെ മോള് വന്നിട്ടുണ്ട്. അനിയുടെ മോളും കൂടെ വരും. ഗോകുലം മെഡിക്കൽ കോളേജിലല്ലേ? അല്ല, എവിടെ അവരുടെ എന്താ പഠിക്കുന്നത് ഇപ്പോൾ? MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. യെസ്, നല്ല പ്രൊഫഷണൽ കോഴ്സാണല്ലോ. പെട്ടെന്ന് ജോലി ചെയ്തിട്ട് ഇത് കഴിഞ്ഞിട്ട്. ചാർലി ഓർമ്മയുണ്ടോന്ന് അറിയില്ല എല്ലാവർക്കും. ഇവിടെ ഒരു പട്ടിക്കുട്ടി വന്നിരുന്നില്ല ഇടയ്ക്ക്, ഏതോ ഒരു ഓണ സമയത്താണ് തോന്നുന്നു. ചാർലി ഭയങ്കര ബോളായിരുന്നു. ഇപ്പൊ വലുതായി അല്ലേ ചാർലി? ഇപ്പൊ കൈ നിൽക്കാത്ത അവസ്ഥയായി. 3 വയസ്സായല്ലേ? പക്ഷെ ഭയങ്കര ബുദ്ധിയാണെന്നാ പറയുന്നത്. എപ്പോഴും ഈ നാട്ടുമ്പുറങ്ങളിലുള്ള ഒരു നല്ലൊരു കാര്യമാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പറയണമല്ലോ. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തുള്ള ക്ലബ്ബുകൾ, കുട്ടികൾ, യങ്സ്റ്റേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഓണാഘോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കും. അപ്പോൾ പാട്ട്, ഡാൻസ്, പിന്നെന്താ പറയുക, അത് എല്ലാവർക്കും ഒരു രസമാണ്. ഉറിയടി മത്സരം, കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഒച്ചത്തിൽ സിനിമ പാട്ടിടും. ചെറിയ സൗണ്ട് പൊല്യൂഷനാണത്. പക്ഷെ കുഴപ്പമില്ല, ചിലർക്കത് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇഷ്യൂ, അത് പാട്ട് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ കുറച്ച് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരും. ഹലോ, ഓടെ എവിടെ വരെയായി? വീട്ടിലാണോ? അവിടെ ഇങ്ങോട്ട് വന്നിരിക്കൂ. കൊച്ചുവനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട്
അപ്പൊ അവിയലും ഉണ്ടാക്കാനുള്ളത്, ഞാൻ ഉണ്ടാക്കുന്ന അവിയൽ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചേനയുടെ പീസസ് ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് തലയെല്ലാം, ഞാൻ എന്താ തല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേർക്കും. ഇത് കഴിഞ്ഞിട്ട് മുടി ഞാൻ ഡ്രയർ കൊണ്ടുവന്നില്ല, എങ്കിലും തോർത്ത് വെച്ച് തന്നെ ഉണക്കാം. പിന്നെ സെറ്റ് മുണ്ടും ഉടുക്കണം, മുഖമൊക്കെ ഒന്ന് മിനുക്കണം. ഇനി അവിയൽ കഴിഞ്ഞ് സാമ്പാർ, ഈ രണ്ട് കാര്യം കൂടെ കഴിഞ്ഞാൽ എൻ്റെ പണി ഏതാണ്ട് കഴിയും. ഞാൻ അകത്തെ കിച്ചണ്, ഈ ചെറിയ കിച്ചണ് ഇതുമായിട്ട് ഓടിക്കൊണ്ടിരിക്കുവാണ്. അപ്പം അമ്മയെല്ലാം വരും അപ്പോഴത്തേക്കും. പിന്നെ എന്താ പറയാ, പിന്നെ എനിക്കൊന്ന് റെഡിയാവണ്ടേ. പിന്നെ മീനയും ശ്രീചേച്ചി അവരെല്ലാവരും വരും. ഒരാൾ ചോറ് കൊണ്ടുവരുന്നു, ഒരാൾ അടപ്രഥമൻ കൊണ്ടുവരുന്നു, പപ്പടം അവിടെ നിന്ന് കഴിച്ചിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ആ ജോലിയില്ല. പുതുമോളുടെ ആദ്യത്തെ ഓണം. പുതുമോള് ഇപ്പൊ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. എന്നെ മുടിയൊക്കെ പിടിച്ച് വലിക്കുന്നു. അവിയലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും പുതുമോളും കൂടി. മാമ ഇളക്കട്ടെ. അവിയൽ ഗെറ്റിംഗ് റെഡി. മോള് കണ്ടോ അവിയൽ ഇങ്ങനെ ഉണ്ടാക്കും? ഇങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് മോൾക്ക്. ഫസ്റ്റ് ക്ലാസ്. ചിരിക്കുന്ന കുട്ടിയാണോ? ഞാൻ തുറന്നെടുക്കട്ടെ. അവിയലിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാനിപ്പോൾ. അതെ വാനമ്പാടി എത്തിയിട്ടുണ്ട്. താഴെ നിന്ന് ചോറും കൊണ്ട് വന്നിരിക്കുക. 2 ട്രിപ്പായിട്ട് മീന ചോറ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പാട്ട് ഏതാണ് ലേറ്റസ്റ്റ് വാനമ്പാടിയുടെ? അയ്യോ പാട് വാനമ്പാടി, നമ്മളെല്ലാം കേൾക്കാൻ കൊതിച്ചിരിക്കുവോ. തൊണ്ടോയേ എന്താ പ്രശ്നം? നെഞ്ചെടുപ്പോ? പാട്ടുകാരി പാടുന്നില്ല വാനമ്പാടി. വാനമ്പാടി എന്നുള്ള ആസ്ഥാന ഗായികയുടെ സ്ഥാനം വരെ കൊടുത്തിരിക്കുവാണ്. ഉത്സവത്തിന് ഇപ്രാവശ്യം പങ്കെടുക്കുന്നില്ലേ? അപ്പൊ ഒന്നിനും പങ്കെടുക്കുന്നില്ലേ? വയ്യാതായോ ഇടയ്ക്ക്? പണ്ട് ലെമൺ ആൻഡ് സ്പൂൺ എല്ലാത്തിനും പോവില്ലായിരുന്നു അവിടെ. ഹലോ, ഇത് നമ്മുടെ ഇന്ദു ആൻഡ് അഡ്വക്കേറ്റ് ധർമ്മൻ ആൻഡ് ഇന്ദു റിട്ടയർഡ് എന്നൊന്നും പറയാമല്ലോ. ചെറുപ്പക്കാരെ കേട്ടിട്ട് റിട്ടയർഡ് എങ്ങനെ പറയുന്നത്? പൂജന്റെ അച്ഛന്റെ ബ്രദറിന്റെ മകളും ഹസ്ബൻഡ്. യെസ്, നിങ്ങളൊക്കെ ഉള്ളൂ ഇപ്രാവശ്യം ഓണത്തിന്. വേറെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, എല്ലാരും പല സ്ഥലത്തായി പോയി. അകത്തോട്ട് പോയി കേട്ടോ, അവിടെ എല്ലാരും. അപ്പൊ മോളി ശ്രദ്ധിക്കുന്നു. അതല്ല, അത് മോര് പാക്കറ്റിൽ. കുറച്ചുകൂടെ കേട്ടാലേ വരുള്ളൂ, കുറച്ചുകൂടെ കമ്പനി ആവാനുണ്ട്. മോളെ പാട്ട് നോക്കും മോളെ. പാട്ട് 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 മോനെ. അയ്യോ 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 അയ്യോ. മഴ പെയ്യുന്നു, പെട്ടെന്ന് വെയിലൊക്കെ മാറി. ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മേ, എൻ്റെ സാമ്പാർ. ഓ എന്തൊരു രസമാണ് നോക്കിയേ. ഔട്ട്ഡോറിൽ മഴയുടെ ശബ്ദം കേട്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സുഖമുള്ളതായിരുന്നു. ഇനി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോട്ടെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. അമ്മയും ബോച്ചേട്ടനും കൗട്ടിച്ചിട്ട രവിയങ്ങൾ എല്ലാവരും എത്തി. എല്ലാരും ഉണ്ടല്ലോ. ആക്ഷൻ. എല്ലാരും ഉണ്ടല്ലോ. ഓൾ ആർ ദേർ. സന്തോഷമായി. ഞാൻ സദ്യയുടെ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുവാണ്. സദ്യയുടെ ലാസ്റ്റ് സ്റ്റേജിൽ. അയ്യോ നന്നായിരിക്കട്ടെ. ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇനി എന്താണ്
എരിശ്ശേരിക്ക് കടുവർക്കുമാണ് മാവേലിയും കൂടെ വരുന്നത് ലാസ്റ്റ്. ഓ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം. അമ്മയും കൂടെ പതുക്കെ പതുക്കെ ഹാപ്പി ഓണം. അടിപൊളി പട്ട് സാരി. വാവ്. അമ്മയുടെ സൗന്ദര്യത്തിനെ കുറിച്ച് എല്ലാരും പറയാറുണ്ട്. അയ്യോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. കൂർക്ക തലയിൽ കെട്ട ഇപ്പൊ തല കുളിച്ച് ഇല്ല സാമ്പാറില് അതെ അതെ കുക്കിങ്ങാണ് നടക്കുന്നത്. അതെ ഒന്ന് പോയിച്ചു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അമ്മ എല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നു. ഓൾ സെറ്റ്. ഞാൻ ലാസ്റ്റ് മാറ്റി വെച്ചൊരു ജോലിയാണ് ഇത്. എന്താ അറിയോ, ഒരു ഐതിഹ്യം അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അതായത് എരിശ്ശേരിക്ക് കടുക് വറുക്കുമ്പോൾ അല്ലെങ്കിൽ തേങ്ങ വറുത്തിടില്ലേ താളിക്കുമ്പോഴാണ് മാവേലി വീട്ടിലേക്ക് വരുന്നത്. നമ്മുടെ വീട്ടിൽ ഓണം വരും, ഓണം കാണാൻ വരും. അതിൻ്റെ ഭാഗമായിട്ട് തേങ്ങ വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എരിശ്ശേരിയുടെ മുകളിലേക്ക് ഇടണം. മത്തങ്ങ എരിശ്ശേരി ഇവിടെ സെറ്റ് റെഡിയാക്കി വെച്ചിരുന്നു. അതിലേക്ക് ഇടും. ഞങ്ങൾ താമസിച്ചോ എന്നറിയാനാണ്. 12:30. ഹാപ്പി ഓണം. കണ്ടു. യെസ്. ഹായ് ആകാശ്. എല്ലാവരും ഓണം ആയില്ല ഇത്ര 12:30 അല്ലേ ഉള്ളൂ. 1 o'clock കഴിക്കാം. എല്ലാം ടേബിളിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. നമ്മൾ അകത്തെ ഡൈനിങ് ടേബിളിൽ തന്നെയാണ് കഴിക്കുന്നത്. രണ്ട് പ്രാവശ്യമായിട്ടിരിക്കും. അപ്പം ഞാനുണ്ട്, ശ്രീ ചേച്ചിയുണ്ട്, ഹനുണ്ട്, പിന്നെ മീനയുണ്ട്. എല്ലാവരും വിളമ്പാൻ ഇന്ദു എല്ലാവരും ഹെൽപ്പ് ചെയ്യും. കുഴപ്പമില്ല. അപ്പം സീനിയേഴ്സ് എല്ലാം ആദ്യം കഴിക്കും, അത് കഴിഞ്ഞ് നമ്മൾ ജൂനിയേഴ്സ് കഴിക്കും. യെസ്, മാവേലി വന്നതുപോലെ നമുക്ക് സങ്കല്പിക്കാം. മൂത്ത് കഴിഞ്ഞു. അതെ ഇടാൻ പോണു. യെസ്. നമ്മുടെ വറുത്തരിശ്ശേരി എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഇത് മത്തങ്ങ എരിശ്ശേരി വറുത്ത് ഇടുന്നു. എരിശ്ശേരി പോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മഹാബലി വന്നു ഓണം കാണാനായിട്ട്. ഇനി കഴിഞ്ഞു. ഇനി റെഡിയായി. ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് റെഡി ആയിട്ട് വരാം. സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് വരാം. ഒരുങ്ങി. ഒരുക്കം എല്ലാം കഴിഞ്ഞു. സദ്യ കഴിക്കാനുള്ള പരിപാടിയായി. ഇപ്പൊ വിളമ്പി കഴിഞ്ഞാട്ടോ എല്ലാവരും. ഫസ്റ്റ് റൗണ്ട് എല്ലാവരും ഇരിക്കുന്നു, കഴിക്കാൻ പോകും. ഓക്കെ, ഞാനല്ല. ഓക്കെ, നിങ്ങൾക്കെല്ലാം കഴിക്കാനിരിക്കാം. കഴിക്കാം. അമ്മ ദേവിയങ്ക് സീനിയേഴ്സ് ഒക്കെ സീനിയേഴ്സ് ചിറ്റ വിളിച്ച് വിളിക്കാം. അമ്മ
അമ്മ രവീന്ദ്ര പ്രസാദേട്ടാ എല്ലാവരും നിങ്ങളെല്ലാവരും ആ ഓക്കെ ധർമ്മ എവിടെ അയ്യോ നിങ്ങൾ മാച്ചിങ്ങാ ട്വിന്നിങ് ആകാശ് ചിറ്റപ്പൻ അല്ലേ ആകാശ് ചിറ്റപ്പന്റെ അടുത്ത് പോലെ ഈ പട്ട് പാവാടയൊക്കെ എടുത്ത് നോക്കട്ടെ എന്റെ മൈക്കിൽ പിടിച്ചോണ്ട് ഇതാണിത് പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് അയ്യോ വേണ്ട ആ ശരി ശരിയല്ലേ ഇനി കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ വേറെ ഉടുപ്പിടും അല്ലേ സെക്കൻഡ് ചേഞ്ച് ഓണക്കോടി അച്ഛനിപ്പോ വീഡിയോ കോളിൽ വരും പാർവതിയെ വിളിക്കണം വീഡിയോ കോളില് എങ്ങനെയുണ്ട് ഭക്ഷണം എന്റെ ഓമല്ലൂർ കറികളൊക്കെ എങ്ങനെയുണ്ട് ഓമല്ലൂർ കറികൾ എങ്ങനെയുണ്ട് അതെ അതെ ഈ തോരൻ അവിയൽ ഇവിടുത്തെയാണ് അതെ തന്നെ പിന്നെ ഇത് മധുരപ്പച്ചടി ആ ഇതും ഓമല്ലൂരാണ് ഓലൻ ഡിഫറെന്റ് ആണ് ഇവിടത്തെ പോലെയല്ല ഇഞ്ചിക്കറി ഓമല്ലൂരാണ് ഇഞ്ചിക്കറി ഓമല്ലൂർ സ്റ്റൈലാണ് എല്ലാം ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞത് ഏതാണ് ഓമല്ലൂർ ഏതാണ് ട്രിവാൻഡ്രം വ്യത്യാസമുണ്ട് ആ അത് തന്നെ ആ തോരൻ തന്നെ സെയിം ക്യാരറ്റ് പയറെല്ലാം കൂടി ഇട്ടിട്ട് പയറിടും അവൻ അങ്ങനെ ഈ വർഷത്തെ ഓണം കേമമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര കേമം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നു അത്ര തന്നെ. പക്ഷെ നിയർ ആൻഡ് ഡിയർ വീട്ടുകാർ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി ഗ്രാൻഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു എല്ലാവരും. പക്ഷെ ഇപ്രാവശ്യം അവരെല്ലാം ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. ഇത് എൻ്റെ ബൂച്ചറിൻ്റെ ഫാം ഹൗസിലാണ്. ബൂച്ചറിൻ്റെ റിലേറ്റീവ്സാണ് ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ. നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ഓണ സമയത്തും ഇങ്ങനെ തന്നെയാണ്. തിരുവോണ ദിവസം ഞങ്ങളെല്ലാവരുമാണ് ഒത്തുകൂടുന്നത്. അപ്പോൾ ഒരു രസമാണ്. എല്ലാവരും കൂടി ചേർന്ന് കുക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ അവിടുന്ന് മീനെ ഇപ്പോൾ കുറച്ച് കാര്യം ഉണ്ടാക്കിക്കൊണ്ടുവരും, ശ്രീ ചേച്ചി കൊണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് കൂടി കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷം. പിന്നെ പൂക്കളം ഇടാനൊക്കെ കുട്ടികൾ സഹായിച്ചു. അതുകൊണ്ടൊരു അത്തപ്പൂക്കളവും നടന്നു. വളരെ സന്തോഷമുള്ള ദിവസം. പുടുമോളുടെ ഫസ്റ്റ് ഓണമല്ലേ. അപ്പം ഭയങ്കര മോളിതെല്ലാം കണ്ട് എക്സൈറ്റഡ് ആണ്. ഒത്തിരി ആളും ബഹളവും സദ്യയും ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പം ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോകും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകും. ഈ ബഹളം എല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ വന്നാണല്ലോ. ഇങ്ങനെയാണ് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ഫാം ഹൗസിലെ പൊടുമോളുടെ ഫസ്റ്റ് ഓണം. അപ്പം ഇനി ഞങ്ങൾ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. സീനിയേഴ്സിനൊക്കെ കൊടുത്തു. ഇപ്പം വിളമ്പൽ കാര്യങ്ങളൊക്കെ നടക്കും. അതാണ് അമ്മ വാങ്ങിച്ചു കൊടുത്ത ഓണക്കോടി കൊടുത്തിരിക്കുന്ന. കഴിഞ്ഞ വർഷം പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഇതുപോലത്തെ ഒരു ഡ്രസ്സാണ് ന്യൂട്രൽ അല്ലേ. ഇതും അതെ, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല ചേരുന്നു. ഇത് ടിഷ്യൂ അല്ലേ, എന്താണ് ടിഷ്യൂ ടൈപ്പ്. ഇനിയിപ്പോൾ മോളകത്തുണ്ട്. മോളിപ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് നടക്കുകയാണ്. സന്തോഷം, ഹാപ്പിയായി. വിഷ്ണു വീഡിയോ കോളിൽ വരുന്നു, പാർവതി വരുന്നു. അങ്ങനെ അവരെല്ലാം ശരിക്കും അവരെയൊക്കെ നമ്മൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഫുൾ ഫാമിലി എന്ന് പറഞ്ഞാൽ അവരെല്ലാം വന്നാലല്ലേ ഉള്ളൂ. എല്ലാ ഓണത്തിനും നമ്മൾ ഏറ്റവും മിസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്രാവശ്യം വിഷ്ണു, അല്ലെങ്കിൽ സ്ഥിരം പാർവതി, അശ്വിൻ, മക്കള്, അവര് ആയുഷ്, ലയ,
യുവാൻ ആൻഡ് വിയാൻ അവർ ഇവിടുത്തെ ഓണം കണ്ടിട്ടേ ഇല്ല. അപ്പം ദൈവം സഹായിച്ചാൽ അടുത്ത വർഷത്തെ ഓണത്തിന് അവർക്കും വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും. അപ്പം എല്ലാവരുമായിട്ട് വീണ്ടും ഒത്തുകൂടാം. സത്യത്തിൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരെല്ലാം അല്ലേ. ഇപ്രാവശ്യം കൂട്ടത്തിൽ വിഷ്ണുവും ഉണ്ട്. അങ്ങനെ എല്ലാവരും പോയി, ഓൾമോസ്റ്റ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ സാധനം ബാക്കിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇനിയൊരു 10-15 പേര് വന്നാലും കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കുറച്ചെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറച്ച് കൊടുത്തയക്കുന്നു, കുറച്ച് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നു. പിന്നെ വൈകുന്നേരം എടുക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. ബോച്ചേട്ടനും അമ്മ, പൊട്ടിച്ചിട്ട, രവിയെങ്കിൽ അവരെല്ലാം ഇന്ന് സ്റ്റേ ബാക്കാണ്. ബോച്ചേട്ടൻ നാളെ വരുള്ളൂ. അപ്പോൾ ഞാനും അനുകുട്ടിയും മോളും ഇന്ന് തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഫാം ഹൗസ് വിശേഷങ്ങൾ അതാണ് കംപ്ലീറ്റ് അടിച്ച് പൊളിച്ച് തീർന്നു. ഓക്കെ, അങ്ങനെ ഒരു ഓണം കൂടി കഴിയാണ്. മൂന്നാം ഓണം തിരുവോണം കഴിഞ്ഞ് അവിട്ടം ചതയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നവരും ഉണ്ടാവും. പക്ഷെ ഞങ്ങളങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ റുട്ടീൻ വീഡിയോസും ഒക്കെ ആയിട്ട് ഇനി വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. കുഞ്ഞുറങ്ങി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുക. അപ്പോൾ സന്തോഷം. ഓക്കെ, അപ്പോൾ ഇനി എല്ലാം പാക്കിങ് ഇനി ബാഗ് എല്ലാം സെറ്റ് ചെയ്ത് കുളമാക്കിയിട്ടിരിക്കുകയാണ്. റൂമെല്ലാം സെറ്റാക്കിയിട്ട് വേണം ഇറങ്ങാൻ. ഇതാ നമ്മുടെ ചിക്കു കഴിച്ച് നിൽക്കുന്നു. ബോയ് ചേട്ടാ, ചിക്കു വിളയുമ്പോൾ പറിക്കണം. ഞാൻ ആ സമയത്ത് വരുന്നതാണ്, പറിച്ചോണ്ട് പോവാം. ഓ, ഹോൾ സ്പൈസ് നോക്കി എന്ത് വലുതായിരുന്നു, ഭയങ്കര. ഞാനും അനുക്കുട്ടിയും 3 കാറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഫാം ഹൗസിലെ കുടുംബങ്ങളുടെ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ. ഏതാണ്ടൊക്കെ പോയത്. ഓക്കെ, റബ്ബറിൻ്റെ കമ്പൊക്കെ താഴെ വീഴുക, ഉണക്ക കമ്പ്. എന്തായാലും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു അപ്പോൾ കുടുംബങ്ങളുടെ ഫസ്റ്റ് ഓണം ഫാം ഹൗസിലെ ഞങ്ങളുടെ ഈ വിശേഷമൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കുറച്ച് ടയർഡാണ്, വീട്ടിൽ വന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഈ ഓണം എന്ന് പറഞ്ഞാൽ ഈ ഓണം സീസൺ മൊത്തം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഭയങ്കരമായിട്ട് എപ്പിസോഡ്സ് എടുക്കണം, ചെറിയ ചെറിയ യാത്രകളെല്ലാം കൂടി കുറച്ച് തിരക്കിലായിരുന്നു. അപ്പം ഈ ഒരു 2 ദിവസം ഇനി റെസ്റ്റാണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.